കേരളത്തിനായി സ്വർണ്ണത്തിളക്കം ഇടിച്ചു നേടിയ ആവേശത്തിലാണ് പൂപ്പാറ സ്വദേശിയായ അനിൽ രവീന്ദ്രൻ. ദേശീയ ജീറ്റ് കുനൈദോ ചാമ്പ്യൻഷിപ്പിൽ ഡൽഹി താരത്തെ തറപറ്റിച്ചായിരുന്നു അനിലിന്റെ സുവർണ നേട്ടം. നേപ്പാളിൽ നടക്കുന്ന സൗത്ത് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ കൊച്ചുമിടുക്കൻ. ന്യൂഡൽഹിയിൽ നടന്ന ജീറ്റ് കുനൈദോ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ഇടുക്കിയുടെ കരുത്തിലാണ് കേരളം ഓവറോൾ കിരീടം കരസ്ഥമാക്കിയത്. അടിമാലി ബ്രൂസ്ലി രാജ് അക്കാദമിയുടെ ചിറകിലായിരുന്നു കേരളത്തിന്റെ കുതിപ്പ്. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായി 11 സ്വർണം അടിമാലിയുടെ കുട്ടികൾ കരസ്ഥമാക്കി. ഇതിൽ സീനിയർ വിഭാഗത്തിലെ ഏക സ്വർണം അനിലിന്റെ നേട്ടമാണ്. രാജാക്കാട് NRCT സ്കൂളിലെ +2 വിദ്യാർത്ഥിയായ അനിൽ 3 വർഷമായി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഈ 2024 നാഷണൽ ഡൽഹി വെച്ച് നടന്ന മികച്ച നല്ലൊരു നേട്ടമായിരുന്നു. കേരളത്തിന് വേണ്ടി NRCT സ്കൂളിന് വേണ്ടി കളിച്ചപ്പോൾ നല്ലൊരു ഗോൾഡ് മെഡലും മികച്ച എല്ലാവർക്കും നല്ല കോച്ചിങ് സെൻറ്റർ തന്നതിന് ഞങ്ങൾക്ക് സാറിന്, അഭിജിത്ത് സാറിനും രാജാ മാസ്റ്റർക്കും എല്ലാവർക്കും നന്ദി പറയുന്നു. ഞങ്ങളൊരു 3 വർഷമായിട്ട് ഈ ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അതിൽ സ്കൂൾസും ജില്ലാ മത്സരവും അമച്ചറും എല്ലാം നല്ലൊരു നേട്ടമായിട്ട് ഞങ്ങൾ മെഡൽ അടിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് നാഷണൽ ലെവലിലേക്ക് പോയി നല്ല ഫസ്റ്റ് മെഡൽ കിട്ടിയത് ഞങ്ങൾ ആശ്വാസത ചെയ്തു. ഇനി ഇൻ്റർനാഷണൽ കളിക്കാനുള്ള ഇതുണ്ട്, പക്ഷേ അതിൻ്റെ പൈസ ബുദ്ധിമുട്ട് കാരണം ഇപ്പം നിർത്തി വച്ചേക്കുവാണ്. കർഷക തൊഴിലാളികളായ രവീന്ദ്രൻ, സുമതി ദമ്പതികളുടെ മകനാണ് അനിൽ. സാമ്പത്തിക പരാധീനതകൾക്കിടയിലാണ് മകന് മികച്ച പരിശീലനം നൽകാൻ ഈ മാതാപിതാക്കൾ ശ്രമിക്കുന്നത്. ദേശീയ മെഡൽ നേട്ടത്തിൽ അഭിമാനമുണ്ടെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം നേപ്പാൾ കാഠ്മണ്ഡുവിൽ നടക്കുന്ന അന്താരാഷ്ട്ര മത്സരത്തിൽ പങ്കെടുക്കാനാകുമോ എന്ന ആശങ്കയിലാണ് ഇവർ. വളരെയേറെ സന്തോഷത്തോടെ നോക്കുവാണ്. അത് ഈ 2 വർഷക്കാലങ്ങളായിട്ട് നല്ല കോച്ചിങ് സെൻറ്ററും പിന്നെ സ്കൂളിൽ നിന്ന് നല്ല സപ്പോർട്ടും പിന്നെ അധ്യാപകരിൽ നിന്ന് നല്ല സപ്പോർട്ടും കിട്ടിയ കാരണം കൊണ്ട് അവനിപ്പോൾ നാഷണൽ ലെവലിൽ പോയിട്ട് ഒരു വിജയത്തോട് വന്നതിന് വളരെ സന്തോഷത്തോടും അവരുടെ കോച്ചുകളും പിന്നെ സാർമാർക്കും വളരെയേറെ നന്ദി പറയുന്നുണ്ട്. പിന്നെ വിദേശത്തിൽ പോയി കളിക്കുവാനും അവനുള്ള സാമ്പത്തിക ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് കഴിയുവാണെങ്കിൽ അവനെ പുറത്ത് പറഞ്ഞു വിട്ട് കഴിക്കാനുള്ള നേട്ടങ്ങൾ കൊണ്ടുവരാനും നമ്മുടെ കേരളത്തിന് വേണ്ടിയിട്ട് നല്ല ഒരു കായകനാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ജീറ്റ് കുനൈദോയിൽ മാത്രമല്ല ഫെൻസിംഗ്, വുഷു ചാമ്പ്യൻഷിപ്പുകളിലും അനിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്.